മോട്ടറിന്റെ പണി കഴിഞ്ഞപ്പോ ഒരു ക്ഷീണം. ചേച്ചിയോട് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാ ഒന്ന് ഉഷാറാവും. അതാ വിളിച്ചത്. ഈ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാ ബെന്നി? ഐക്യരാഷ്ട്രസഭ? നമുക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ? അതിനുവേണ്ടി പറഞ്ഞതാ. ഈ ചേച്ചിയുടെ ഒരു തമാശ. ഇതൊക്കെ കേൾക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ചിലപ്പോ ബാക്കിയും കൂടെ പറ. ഒന്നുമില്ല. എന്തോ ഉണ്ട്. ബെന്നി പറ. അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. എളുപ്പം പറ. ചേച്ചിയുടെ വീട്ടിലെ മോട്ടറും പൈപ്പൊന്നും കേടാവുന്നതല്ല, പിന്നെ ഞാൻ കേടാക്കുന്നതാ. ചേച്ചിയോടൊന്നും മിണ്ടിയും പറഞ്ഞിരിക്കാൻ. ആണോ? നീ ഇപ്പൊ പറഞ്ഞത് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നീ എന്നെ വിളിച്ച ഈ കോളനിയിൽ എല്ലാവരും അത് കേൾക്കും. വെക്കടാ. അലവനാതി ഒരു അനിയനെ പോലെ കൊണ്ടാടുന്ന ഞാൻ അവനീന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. ശുദ്ധം, ജൈവം, സന്തോഷം. ആനിയമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പച്ചക്കറി കൃഷി നടത്തുന്നത്. എനിക്കറിയാം. മുഖത്തൊരു സങ്കടം ഞാൻ കാണുന്നുണ്ട്. ഉലഹന്നാനുമായിട്ട് വലിയ പിണക്കത്തിലുമാണ്. എന്നോട് എന്തും തുറന്നു പറയാം. ആനിയമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. സ്വാമിയുടെ മാനസികാവസ്ഥ എനിക്കും മനസ്സിലാവും. സ്വാമി ചെല്ല് സ്വാമി. അയാളുടെ ഒരു പച്ചക്കറി മൊത്തത്തിൽ കയറി ഞാൻ നിരങ്ങിയാലും. അയ്യോ വേണ്ട. എല്ലാ ദിവസവും ഓഫീസിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതേ ഇവിടെ ഉണ്ടായ പച്ചക്കറിയാ. ആണോ? അതെ, ശുദ്ധം, ജൈവം. സ്വാമിയുടെ ജൈവം എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യാം, ആരോടും വഴക്കുണ്ടാക്കില്ലാന്ന്. ആരോടും വഴക്കുണ്ടാക്കില്ല. നിങ്ങക്ക് വേണ്ടതല്ലേ ഇതിനകത്തുണ്ടല്ലോ. എല്ലാം കൂടെ ഒരു ദിവസം എടുത്ത് ഞാൻ അടുപ്പിലിടും, നോക്കിക്കോ. നിന്നെ കാണാൻ ആരൊക്കെയോ വന്നിരിക്കുന്നു. എന്നെ കാണാനോ? അതാരാ? ചോദിച്ചില്ലേ? ചോദിച്ചു. നിന്റെ ഗാനമേള ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക. ഗാനമേളയോ? നീ ഇപ്പൊ ഭയങ്കര വൈറലല്ലേ? എന്നെ ചായ ഞാനില്ല. വീട്ടിൽ വന്നവരോട് അപമര്യാദയായിട്ട് പെരുമാറരുത്. ചോറൊക്കെ പിന്നെ നല്ല കാര്യത്തിനല്ലേ. കുടിക്കാൻ ചായയോ കാപ്പിയോ? നോ താങ്ക്സ്. മിസ്റ്റർ ഉലഹന്നാൻ വിളിച്ചാൽ പറയാം. നീ അവിടെ ഇരിക്കേ. അല്ല, പൈപ്പ് എവിടെ പൊട്ടി എന്ന് പറഞ്ഞത്? ഞാൻ പൊട്ടിക്കാം. അവിടെ നീ വെയിറ്റ്. സ്വാമിക്ക് മനസ്സിനെന്താ വിഷമമുണ്ടോ? ചെറുതായിട്ട്. ഞാൻ മാറ്റിത്തരാം. അതെ, ഇനി വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ഇവളെല്ലാ കാര്യവും എന്നോട് വിശദമായിട്ട് പറഞ്ഞു. എന്ന് വെച്ച് വഴക്കുണ്ടാക്കാൻ വിളിച്ചതൊന്നുമല്ല. നിങ്ങൾക്കൂടെ പ്രയോജനമുള്ള കാര്യമാണ്. നമ്മുടെ രവിയങ്കലം, നമ്മുടെ വെന്നി, നമ്മുടെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കോ. എനിക്ക് ഓഫീസിൽ പോണം. ഞാൻ എന്റെ ബാഗ് എടുക്കട്ടെ. സ്വാമി ഓടിച്ചോ. എന്ത് പണിയാണ് ഇവരൊന്ന് കുടിച്ച ഉന്നത സാറായിരുന്നു. ഇതെന്തിനാന്ന് മനസ്സിലായോ? ഇവളെ വിളിച്ചതിനല്ല. നീ എന്റെ മോട്ടർ കേടാക്കി എന്റെ കാശ് വാങ്ങിച്ച് നീ എന്റെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ചതിന്. ഇനി കോളനി കണ്ട നിന്റെ മോട്ടർ ഞാൻ കേടാക്കും. പോടാ. എവിടെ ചെന്നാലും എന്തെങ്കിലും ഇതാണ്. അമ്മ അങ്ങോട്ടിരിക്കേ, ഞാൻ വിളിക്കാം. സെക്രട്ടറി നമസ്കാരം. ഇത് കൃഷ്ണേട്ടൻ എനിക്ക് വേണ്ടപ്പെട്ട പാർട്ടിയാ. ഇദ്ദേഹത്തിന്റെ വിധവാ പെൻഷൻ ഒന്ന് രണ്ടും ഒന്നല്ല. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരപേക്ഷ കൂടി തന്നേക്ക്. ഞാൻ വിധവാ പെൻഷന്റെ കാര്യം കൂടി ശരിയാക്കാം. പറ്റിയാൽ ഇന്നൊന്ന് കുളിച്ചേക്ക്. അതെ, അക്ഷരാഭ്യാസം ഇല്ലാത്ത പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മെമ്പർമാരെയും മിനിമം അംഗൻവാടിയിലെങ്കിലും വിടണം. വീണ്ടും പോയി കിടക്കാൻ എണീക്കാൻ പറഞ്ഞേനെ അവളുടെ പണിയാ. അവളിത് റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. വെളുപ്പാങ്കാലത്ത് ഞാൻ കുറച്ച് ഓവറാക്കി. അതിന് തന്ന പണിയാ. അവിടെ ക്ലാസ്സിൽ ഫസ്റ്റാ. സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട്. നമ്മുടെ ജനറേറ്റർ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലേ? പണിയായ ബാപ്പു. ആശാനെ, ഒരു കമ്മിറ്റി ഉണ്ട്, നാളെ കാണാം. ഉഷയുടെ കാറ്റ് പോയി. കറങ്ങു ഉഷ. നാട്ടുകാര് കറക്കും. ഉഷ ചതിച്ചാശാനെ. ഞാൻ എന്ത് ചെയ്യാനാ? രാജിവെക്കേണ്ടി വരും. ഫോൺ ഓഫാണെന്ന്. ഓഫോ? ഇത് ഓട്ടോമാറ്റിക് അല്ല, കട്ടുമാറ്റി ഇറക്കണോ. കറക്കാൻ ഇത് പശു ഒന്നും അല്ലല്ലോ. ഫാൻ കറക്കാൻ
ഈ ഓട്ടോമാറ്റിക്കിന്റെ കൺസ കുൻസ പരിപാടിയൊന്നും എനിക്കറിയില്ല. പ്ലീസ് എനിക്കൊന്ന് പുറത്തു പോകാം. രാജിവെക്കാനാണ് പ്രസിഡന്റിന് ഒന്ന് പുറത്തു പോകണം. എല്ലാം കൂടെ എന്നെ ടെൻഷൻ എടുപ്പിച്ച് കൊല്ലാൻ നോക്കിയാണല്ലേ? ചത്താറിയത്ത് അല്ലെങ്കിൽ രാജി. തൃപ്തിയല്ല എല്ലാവർക്കും. കണ്ടടാ, പോടാ, പോയി റീത്ത് പിടിക്കണം. പോടാ, പോ. നടന്നിരുന്നു. പോയി അടുത്ത കളി അടുത്ത ആഴ്ച. അവര് പോയി. ഓവറാക്കല്ലേ എഴുന്നേക്ക്. അയ്യോ പ്രസിഡന്റ്, പ്രസിഡന്റ്, ഒരു വണ്ടി വിളിക്കാമോ? പെട്ടിയോട്ട് മതിയോ? അറ്റാക്ക് ആയിരുന്നു. ആൻജിയോഗ്രാം കഴിഞ്ഞു. അവനെ പഞ്ചായത്ത് തന്നെ വിൽക്കും. ശരിക്കും? പിന്നെ ഞാൻ വിശ്വസിക്കൂല. ലത ഫോണിൽ കത്തി കയറുകയാണല്ലോ വേണക്കുട്ട. ഞാൻ വന്നപ്പോഴും ഫോണിലാ. ആണോ? എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവളുടെ ഫോണ് മാത്രമേ ഈ പഠിക്കുന്നുള്ളൂ. എന്റെ ഈ 2 ഫോണും ചത്ത വീട് പോലെയായി. ഒച്ചയില്ല, അനക്കമില്ല. വേണുട്ടാ, കുടിക്കാൻ ഹോർലിക്സ്? വേണ്ട. ഇവർക്ക് എന്തെങ്കിലും? വേണ്ട 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 വേണ്ട. ശരി, ആരാ? എനിക്കുള്ളതാ. എനിക്കുള്ളതാ. എന്നോട് പറയാതിരുന്ന എന്താ? എനിക്കത് ആദ്യം അറിയണ്ടേ. എങ്ങനെ പറയും? അരിച്ചാക്ക തലേ കയറ്റി വെച്ച പോലെ ശ്വാസം മുട്ടി നടക്കുകയല്ലായിരുന്നു. ഭർത്താവല്ലേ. ഇപ്പൊ ആ ശ്വാസമൊക്കെ പോയി, മസിൽ പിടുത്തമൊക്കെ മാറി, നല്ല കുട്ടിയായി. ഇപ്പൊ നമ്മൾ നല്ല ഫ്രണ്ട്സാ. ഇനി അച്ഛനോട് ഞാൻ എന്തും തുറന്നു പറയും. എങ്കിൽ പറ, ആരാ വിളിച്ചേ? 3 പേരുണ്ട്. 3? ആരൊക്കെ? എന്താ ധൃതി? ആദ്യം ഒരാളുടെ പേര് പറയാം. നമ്മുടെ രവി അങ്കിള്. ആര്? രവി അങ്കിൾ. അയ്യോ, എന്റെ ഈശോയെ, പട്ടാളോ? ആ രവിയെങ്കിലാ മോളെ, എനിക്ക് ഇവിടെ ബോറടിച്ചിട്ട് വയ്യ. പട്ടാളത്തിലായിരുന്നെങ്കിൽ തോക്കെടുത്ത് 4 വെടിയെങ്കിലും വെക്കാമായിരുന്നു. അങ്കിൾ ഇങ്ങോട്ട് വാ. വരണോ? വാ അങ്കിളെ. വന്നിട്ട് ഈ വീടിനകമൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിടാം. അങ്കിളിന്റെ ബോറടിയും മാറും, എന്റെ വീടും വൃത്തിയാവും. വാ. ഒരു കോള് വരുന്നു. എന്റെ രവി അങ്കിളെ,